പെയിൻ കില്ലേഴ്സ് കഴിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ മൈഗ്രെയിൻ പിടിച്ചു കെട്ടാമെന്ന് പല ആളുകളും ഇപ്പോഴും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകൾക്ക് പെയിൻ കില്ലറുകൾ കഴിച്ചിട്ട് യാതൊരു വ്യത്യാസവുമില്ലെന്നും പെയിൻ കില്ലറുകൾ കഴിക്കുന്ന സമയത്ത് പോലും ആശ്വാസം ലഭിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട്. പെയിൻ കില്ലറുകളും മൈഗ്രെയിനുമായിട്ട് എന്താണ് ബന്ധം എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ എന്തുകൊണ്ടാണ് പെയിൻ കില്ലറുകൾ എഫക്റ്റീവ് അല്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെയിൻ കില്ലറുകൾ കഴിച്ചുകൊണ്ട് മൈഗ്രെയിൻ മാറാത്തത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പെയിൻ കില്ലറുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിസിക്കൽ പെയിനിന് മാത്രമാണ് ഒരു എഫക്റ്റ് നൽകാനാവുന്നത്. ഒരുപക്ഷെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇനിയും ഡീപ്പായിട്ടുള്ള ഒരു രോഗമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സൈക്കോജനിക് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും പെയിൻ കില്ലറുകൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ചില ഡോക്ടേഴ്സ് എല്ലാം ഇത്തരത്തിൽ സൈക്കോളജിക്കൽ റീസൺസിനെ ഇൻഡെപ്ത് പോയി അനലൈസ് ചെയ്ത് അതിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാതെ കേവലം ആൻറ്റി ഡിപ്രസൻസ് മരുന്നുകളോ അതല്ലെങ്കിൽ സെഡേറ്റീവ്സോ ആൻറ്റി എപ്പിലെപ്റ്റിക് മരുന്നുകൾ പോലുള്ള ഹൈ ഡോസുള്ള മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതും അത്തരത്തിൽ അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ ആളുകളെ ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിൽ നിന്നും മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും കാണാറുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസിന് പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുക. ഒരുപാട് രോഗികൾ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, മൈഗ്രെയിൻ കാരണം എനിക്ക് ഒരുപാട് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതോ കുടുംബ പ്രശ്നങ്ങളാണോ എൻ്റെ മൈഗ്രെയിന് കാരണം എന്നുള്ളത്. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം വന്നത് എന്ന് പോലത്തെ ഒരു ചോദ്യമാണിത്. കുടുംബ പ്രശ്നങ്ങൾ കാരണം മൈഗ്രെയിൻ ഉണ്ടാകുന്നവരും മൈഗ്രെയിൻ കാരണം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരും ഒരുപാട് പേരാണ്. നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇതൊക്കെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാവുന്ന കാര്യമല്ലേ, ഒരു കുടുംബമാകുമ്പോൾ ചട്ടിയും കലവും എന്ന പോലെ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കുമല്ലോ, അതുകൊണ്ടൊക്കെ ഇത്ര വലിയ മൈഗ്രെയിൻ വരേണ്ട കാര്യമുണ്ടോ, അതല്ലെങ്കിൽ എനിക്ക് കുടുംബമാകുന്നതിന് മുന്നേ തന്നെ, അതായത് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിച്ച എനിക്ക് അതൊരു കുടുംബ പ്രശ്നം മാത്രമാണോ എന്നുള്ള രീതിയിലെല്ലാം പല ആളുകൾക്കും സംശയങ്ങൾ വരാറുണ്ട്. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഡെപ്തായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന ഒരു ചികിത്സാശാസ്ത്രമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫിസിക്കലും മെൻ്റലും ഇമോഷണലുമായിട്ടുള്ള കാര്യങ്ങളെ, ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സിനെ അപഗ്രഥിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കി ആ ഇഷ്യൂവിനെയും അത് റിസോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളും പഠിപ്പിച്ചു തന്നുകൊണ്ട്, അത് റിസോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ മരുന്നുകളും കഴിച്ചുകൊണ്ടാണ് നമ്മുടെ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ഒരു മൈഗ്രെയിൻ രോഗി എന്നുള്ള രീതിയിൽ നമ്മളിത് പെയിനെ ഒരു ഫിസിക്കൽ പെയിനായിട്ട് മാത്രം കരുതാതെ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണോ, നമ്മുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ കാരണമാണോ ഇത്തരത്തിലുള്ള പെയിൻ ഉള്ളത് എന്നുള്ളതും ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിരിക്കുന്നു. ഒരുപാട് ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് ഇമോഷണൽ പ്രശ്നങ്ങളൊന്നുമില്ല സാർ, സാമ്പത്തികമായിട്ട് ഞാൻ വളരെ നല്ല സ്ഥിതിയിലാണ്, കുടുംബപരമായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്, മാതാപിതാക്കളായിട്ടും അല്ലെങ്കിൽ ഭർത്താവുമായിട്ടും മക്കളുമായിട്ടും എല്ലാം ഞാൻ വളരെ സന്തോഷത്തിലാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരുവിധ വൈകാരിക പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്ന ആളുകൾ തന്നെ വളരെ ഡീപ്പായിട്ടുള്ള അസസ്മെൻറ്റിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഇമോഷണൽ ടർമോയിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അവരെന്നുള്ള രീതിയിലാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലോ അവർക്കുണ്ടായിട്ടുള്ള ഒരു ബന്ധമോ, അവർക്കുണ്ടായിട്ടുള്ള ഒരു ഫിസിക്കലോ മെൻ്റലായിട്ടുള്ള അബ്യൂസോ, അവർക്കുണ്ടായിട്ടുള്ള എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളെല്ലാം വളരെ കാലങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്രോണിക് ഹെഡേക്കിന് കാരണമായേക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇത്തരം അവസ്ഥകളെ നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഈ പെയിനിന് ഒരു അറുതി വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സും അതേപോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമാണോ ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് മെത്തേഡാണ് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റിന് ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞ 20 വർഷത്തെ എൻ്റെ ചികിത്സാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഏത് മരുന്നിനെ ആശ്രയിച്ചാലും മരുന്നുകളെ മാത്രം ആശ്രയിക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അതേപോലെ തന്നെ ട്രിഗർ ഫൈൻഡിങ്ങും സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലുള്ള കറക്ഷൻസും ഇമോഷണൽ ആസ്പെക്ട്സിലുള്ള ബെറ്റർമെൻറ്റും ഇതെല്ലാം മൈഗ്രെയിൻ ട്രിഗേഴ്സ് കുറച്ചു കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ആഴ്ചയിൽ എല്ലാ ദിവസവും അതല്ലെങ്കിൽ മാസത്തിൽ ഭൂരിഭാഗം ദിവസവും തലവേദനയുള്ള ആളുകളിലെല്ലാം ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ഗൈഡൻസും ഒരു ഡീറ്റെയിൽ പ്രൊസീജിയറും ആവശ്യമാണ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തലവേദനയെ മനസ്സിലാക്കി അതല്ലെങ്കിൽ ഒരു സ്കാനിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കേവലം ഒരു പെയിൻ കില്ലറുകളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുക എന്നുള്ളത് പല മൈഗ്രെയിൻ രോഗികളും സ്വയമേവ എടുക്കുന്ന ഒരു ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്നും മാറ്റി നിങ്ങളുടെ പെയിൻ കില്ലറുകളെ ഉപേക്ഷിക്കുവാനായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളെ ഡീപ്പായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ടും ശ്രമിക്കുക. ഓർക്കുക, ഒരു രോഗത്തെ ചികിത്സിക്കുന്നത് ഒരു രോഗത്തിനെ ശാരീരിക രോഗമായിട്ട് കണ്ടിട്ട് മാത്രമല്ല ചികിത്സിക്കേണ്ടത്. ഒരു രോഗം എന്നുള്ളത് ഒരു വ്യക്തിയുടെ കൂടെ പ്രശ്നമാണെന്ന്, ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുമ്പോഴാണ് കൂടുതൽ ഫലവത്തായിട്ട് കൂടുതൽ പൂർണ്ണതയിൽ നമുക്കൊരു ചികിത്സാനുഭവം ഉണ്ടാവുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.